നമസ്കാരം. ആയുറോയോ ന്യൂസിൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ ഉള്ളത് വെളുന്നല്ലൂർ പഞ്ചായത്ത്, കൊല്ലം ജില്ലയിലെ വെളുന്നല്ലൂർ പഞ്ചായത്തിൽ വട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഈ പ്രദേശം നമ്മുടെ ഈ ആയുറോയോ ന്യൂസിൻ്റെ പ്രേക്ഷകരായ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ ഈ വെള്ളച്ചാട്ടം കാണുവാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഇവിടെ എത്താറുണ്ട്. വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലം. വെളുന്നല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട വെളുന്നല്ലൂർ പഞ്ചായത്തും അതുപോലെ തന്നെ പള്ളിക്കൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ ചടയമംഗലം പഞ്ചായത്തും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഇത് തൊട്ട് അക്കരെയായി കാണുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. കാണാൻ വളരെ നയനമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വെളുന്നല്ലൂർ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് നടത്തുവാനായി സ്ഥലമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് 10 സെൻറ്റ് വസ്തുവോളം ഇവിടെ വാങ്ങി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകപ്പെടുകയും ചെയ്തു. ഈ ഒരു പ്രദേശത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ മാർച്ചിന് മുമ്പ് തന്നെ നടത്തുകയും ചെയ്തു. മാർച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായിട്ടും ഇതിൻ്റെ ഒരു 4 കുഴികൾ എടുത്തിട്ടു എന്നല്ലാതെ മറ്റൊരു പണിയും ഇവിടെ നടന്നിട്ടില്ല എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ, അതായത് പഞ്ചായത്തിൻ്റെയും അധികാരികളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് ടെൻഡർ കൊടുത്തു. 30 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ പദ്ധതിയുടെ പ്രൊജക്റ്റിൻ്റെ ഈ തുക അനുവദിച്ചത്. ആ തുക വസൂലാക്കിക്കൊണ്ട് ഇത് ഒരു കോൺട്രാക്ടർ എടുക്കുകയും ഇവിടെ കുറച്ച് പാറ പൊട്ടിച്ച് മാറ്റി സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയും അതുപോലെ ഒരു 6-7 കുഴികൾ, ബീമിന് വേണ്ടിയിട്ടുള്ള ഒരു 6-7 കുഴികൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നതല്ലാതെ മറ്റൊരു പരിപാടിയും ഇവിടെ ഇതുവരെയും നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാലാവസ്ഥയും അനുകൂലമായി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണികൾ പുനരാരംഭിച്ചാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെയധികം സഹായമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ അടിയന്തരമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടും പണി ചെയ്യിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞത്. ഇവിടെ കാലാവസ്ഥയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല, മഴയില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വളരെ അടിയന്തരമായി ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യം. അപ്പോൾ ആയുറോയോ ന്യൂസിന് വേണ്ടിയിട്ടും ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ അടിയന്തരമായി തന്നെ ഈ പ്രശ്നം, ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കായി സമർപ്പിക്കാൻ വേണ്ടി വളരെ അടിയന്തരമായി ഇത് പണിയാനുള്ളൊരു സമ്മർദ്ദം ഇതെടുത്ത കോൺട്രാക്ടറിലേക്ക് പഞ്ചായത്ത് അധികൃതർ ചെലുത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയാൽ തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ സഞ്ചാരികൾ എത്തുകയും ഇതൊരു വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.